Once again, welcome to Little Organized Life Coach with Love. സ്കൂളിൽ നിന്ന് ഓടി വന്നതാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഗണപതിയുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ്. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് ആദ്യം ഗണപതിയെ കാണുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വരും. പിന്നീട് ഗണപതിയുടെ മുന്നിൽ ഏത്തമിടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതാരും ഇപ്പോൾ ചെയ്യാറില്ല. കുറച്ച് നാണക്കേടാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ചെവിയുടെ എൻഡിലെ ഈ ഫ്ലാപ്പിൽ കുറച്ചധികം നെർവ് എൻഡിങ്സ് ഉണ്ട്. അത് ബുദ്ധിയുമായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്താണ്. സോ വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് സ്റ്റിമുലേറ്റഡ് ഓർ വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് പ്രസ്ഡ് മീൻസ് ആ നെർവസ് സെൽസ് എല്ലാം ഉത്തേജിപ്പിക്കപ്പെടും. അങ്ങനെ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ ബുദ്ധിക്ക് വലുതായ രീതിയിലൊരു മോട്ടിവേഷൻ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കാൽ രണ്ടും പിണച്ച് വെക്കുക. നമ്മുടെ മുനിമാരൊന്നും ചെറിയ ആൾക്കാരല്ല, അവരെല്ലാം കണക്ക് കൂട്ടി ചെയ്തവരാണ്. അപ്പോൾ പിണച്ച് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബാലൻസ് തെറ്റുന്നു. പക്ഷെ നമ്മുടെ രണ്ട് കൈകളും ചെവിയിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ഈസിലി ഗെറ്റിംഗ് പ്രസ്ഡ് ആൻഡ് ആ ബ്രെയിൻ സെൽസ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ഓർ ഇറ്റ് ഈസ് കൺഫേംഡ് ദാറ്റ് ഇറ്റ് ഈസ് ഈസിലി ഗെറ്റിംഗ് പ്രസ്ഡ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പണ്ടത്തെ വാദ്യാന്മാരൊക്കെ അധ്യാപകന്മാരൊക്കെ ഉഴപ്പന്മാരെ ചെവിക്ക് പിടിച്ച് തിരിച്ചിട്ട് പറയുന്നതിന് ചെവി ഞാൻ പൊന്നാക്കുന്നു. അവരുദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? പൊന്നു പോലൊരു ജീവിതം അവനുണ്ടാവട്ടെ എന്ന്. കാരണം ഇങ്ങനെ അവൻ്റെ ബുദ്ധി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് ഭാരതീയ പാരമ്പര്യത്തിൽ തന്ന ഒന്നും വെറുതെയല്ല, എല്ലാത്തിനും സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസ് ആണ്. അതിപ്പോൾ സായപ്പന്മാർ പറഞ്ഞു തരുമ്പോൾ മാത്രമാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് വളരെ വിഷമകരമായ ഒരു കാര്യം. സോ താങ്ക് യു സോ മച്ച്.